ബണ്ണി, പക്ഷെ ഞാൻ പൂ എങ്ങനെയാണ് കൊടുക്കുക? ആ മീശക്കാരൻ അവിടെ ഉണ്ടാവുമല്ലോ, സംശയമുണ്ടോ? പോപ്പട്ടെ, നീ ഞങ്ങളെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. ഇത് നീ എങ്ങനെയെങ്കിലും കൊടുക്കാൻ നോക്ക്. ഇത് അവൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഞാൻ അവളെ കയറ് കൊണ്ട് ഇങ്ങോട്ട് വലിക്കാം. അപ്പൊ നീ പൂ കൊടുക്ക്. എല്ലാവരും കാണുക, ഞാൻ അടിച്ച് പൊളിച്ച് തിമിർക്കും. ഞാൻ നിന്റെ കൂട്ടുകാരനാകും. ഹെയർ സ്റ്റൈല് മാറ്റി അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇതിന്റെ പേരാണ് പോപ്പട്ട് സ്റ്റൈൽ. ഇത് പോപ്പട്ട് സ്റ്റൈൽ അല്ല, ഹെയർ സ്റ്റൈലാണ്. പക്ഷെ ഇത് പോപ്പട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് പോപ്പട്ട് സ്റ്റൈൽ തന്നെയല്ലേ? സംശയമുണ്ടോ? ഈ പോപ്പട്ടിന് എന്താണ് സംഭവിച്ചത്? ഇവൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. കൊച്ചലിയ, ഇവൻ ഇങ്ങനെ തന്നെ ആയിരുന്നു, ഗ്രീൻ കളറിൽ. ഓ വലിയ ഞാൻ പറഞ്ഞു വന്നതേ ഇവൻ സ്റ്റൈല് മാറിയെന്നാണ്. വേഗം വാ, നമുക്ക് പോപ്പട്ടിനെ ഫോളോ ചെയ്യാം. വലിയ എന്താ ഈ കാണിച്ചത്? സോർദാറല്ലേ പറഞ്ഞത് പോപ്പട്ടിനെ ഫോളോ ചെയ്യാനായിട്ട്. പോപ്പട്ട് ഇതിലല്ലേ പറന്നുപോയത്. നീ മനസ്സിൽ പോപ്പട്ടെന്ന് വിചാരിച്ചോ? ഇവൻ എന്തിനാണ് അടുത്ത വീട്ടിൽ പോയി ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത്? ഒളിഞ്ഞു നോക്കുന്നത് ഞാനല്ല, ഒളിഞ്ഞു നോക്കുന്നത് അവനാണ്. അപ്പൊ ഇതിനൊക്കെ കാരണം ഇതാണല്ലേ? ആഹാ, കൊള്ളാം. ഫ്രഷ് എയർ കൊള്ളുന്നത് ഒരു സുഖം തന്നെയാണ്. ആരെങ്കിലും എന്നെ ഒന്ന് പുറത്തെടുക്ക. ആരടാ നീ? ഈ വെളുപ്പാങ്കാലത്ത് എന്റെ വീട്ടിൽ നീ എങ്ങനെയാടാ വന്ന് കയറിയത്? നീ ആരാണ് കുഞ്ഞേ? ഞാൻ കുഞ്ഞൊന്നുമല്ല, ഞാൻ പോപ്പട്ടാണ്. സ്നേഹം കൊണ്ടാണ് ഞാൻ നിന്നെ കുഞ്ഞേന്ന് വിളിച്ചത്. അതൊക്കെ പോട്ടെ, നീ എന്നോടൊന്ന് പറഞ്ഞ് എന്റെ മീശ എങ്ങനെയുണ്ട്? അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇത് മീശയൊന്നുമല്ല, ഏതോ അട്ട പോലെയുണ്ട്. എനിക്കറിയാം, പക്ഷേ നിനക്കറിയാത്തൊരു കാര്യം എനിക്കറിയാം. ആ കാര്യം എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. എന്ത് പറ്റി പോപ്പട്ട്? നിന്റെ പ്ലാൻ മുഴുവനും പൊട്ടിയെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് പോപ്പട്ടിന്റെ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടില്ലെന്നാ തോന്നുന്നത്. അടിച്ചു പൊളിച്ചു തിമിർത്തു. നിന്നെയൊക്കെ പോലുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ശത്രുക്കളുടെ ആവശ്യമേ ഇല്ല. കള്ളത്തനം കാണിച്ചാൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ. ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിലേ ആ തത്തമ്മ നിന്റെ കൂട്ടുകാരി ആവുമായിരുന്നു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആട്ടി പൊളിയായിരിക്കും. സംശയമുണ്ടോ? ശരി വാ, നമുക്ക് അടുത്ത് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഇവൻ എങ്ങനെയാണ് അതിന്റെ അടുത്ത് ഫ്രണ്ട് ആവാൻ കഴിയുക എന്നതാണ്. എന്റെ പക്കൽ ഒരു ഐഡിയ ഉണ്ട്. അവന് പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാ. അവൾക്ക് വേണ്ടി പോപ്പട്ട് പാട്ട് പാടിയ അത് അവൾക്ക് വലിയ സന്തോഷമാകും. പിന്നെ ഫ്രണ്ട്ഷിപ്പും ആവും. ഇത് നല്ല ഐഡിയ ആണ്. മാത്രമല്ല എനിക്ക് നന്നായി പാട്ട് പാടാനും അറിയാം. സംശയമുണ്ടോ? ശരി, നീ ഏത് പാട്ടാ പാടാൻ പോകുന്നേ? പോപ്പട്ടിന്റെ ഗാനമൊന്ന് കേട്ടു നോക്കൂ. കേട്ടുകഴിഞ്ഞാൽ ലോകം മുഴുവൻ എന്നെ ശ്രദ്ധിക്കും. ഈ പോപ്പട്ടിന്റെ പാട്ടൊന്നു കേൾക്കൂ. വരൂ വരൂ വന്ന് പാട്ട് കേൾക്കൂ. എടാ, എന്തിനാ ആപ്പിൾ എടുത്തെറിഞ്ഞത്? നിന്റെ ഈ വൃത്തികെട്ട പാട്ട് കേട്ടാലേ നിന്റെ മുഖത്തെറിയേണ്ടിയിരുന്നത് ആപ്പിൾ ആയിരുന്നില്ലടാ, നല്ല ചെരുപ്പായിരുന്നു. എന്തായാലും ഭാഗ്യമുണ്ട് അതിന്റെ അടുത്ത് പോയി ഇവന് ഈ പാട്ട് പാടിയില്ല. അല്ലെങ്കിൽ അയാൾ ഇവനെ ഇടിച്ച് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കുമായിരുന്നു. എന്റെ പക്കൽ വേറൊരു ഐഡിയ ഉണ്ട്. പാട്ട് ഞാൻ പാടാം. അടിച്ചു പൊളിച്ചു തിമിർത്തു. നീ എനിക്ക് വേണ്ടി പാട്ട് പാടുമോ? നീയാണ് നല്ലൊരു കൂട്ടുകാരൻ. സംശയമുണ്ടോ? എന്റെ സ്നേഹം എന്താണെന്ന് നീ നന്നായിട്ട് മനസ്സിലാക്കി. പോപ്പട്ടെ, ഞാൻ പാട്ട് പാടുന്നതേ നിനക്ക് വേണ്ടിയായിരിക്കും. കാണുന്നവർ നീയാണെന്നേ വിചാരിക്കും. പോപ്പട്ടെ, നീ തയ്യാറാണോ? ഞാൻ പണ്ടേ തയ്യാറാണ്. വലിയ വേഗം മ്യൂസിക് ഓൺ ചെയ്. കഴുതേ, നിനക്ക് ഇതല്ലാതെ വേറെ മ്യൂസിക് കിട്ടിയില്ലേ? കൊച്ചലിയ,
കിട്ടിയിരുന്നു. പക്ഷെ നീ പറഞ്ഞത് ഹിറ്റ് മ്യൂസിക് കൊണ്ടുവരാനാണ്. ഇത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് മ്യൂസിക്കാ. എടാ കഴുതേ, ഈ മ്യൂസിക്കിൽ ഭൂതങ്ങൾ മാത്രമേ ഡാൻസ് കളിക്കുള്ളൂ. സംശയമുണ്ടോ? ബണ്ണി, ഇനി എന്താടാ ചെയ്യുക? ആ, ഒരു കുഴപ്പമില്ല. എന്റെ പക്കൽ വേറൊരു ഐഡിയ ഉണ്ട്. ഞാൻ പോപ്പട്ടിന് വേണ്ടി ലൈവ് മ്യൂസിക് ചെയ്യും. ഹണിയും സോദാറും ബീറ്റ് ചെയ്യണം. അത് ഞാൻ നന്നായിട്ട് ചെയ്യും. ഇപ്രാവശ്യം എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച നിന്റെ പണി ഞാൻ തീർക്കും. മനസ്സിലായോ? സംശയമുണ്ടോ? ഞാൻ ബീറ്റ് വിടാനാ പറഞ്ഞത്, അല്ലാതെ ഊതി കാറ്റ് വിടാനല്ല. ഞാൻ എന്താണ് പറയുന്നോ അതുപോലെ ചെയ്. എന്താ? ആ ചെയ്. ഓ ടിക് 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 ശബാബ് ചിക്ക്. മനസ്സിലായി. ശരി, ചെയ്യ്. ഓ ടിക് 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 ചപ്പാക്കി ചിക് ചിക്. വേഗം പറ. ടിക് 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 ശബാബ് ടിക് ടിക്. ഓ ഇത്രേ ഉള്ളോ? ടിക് 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 ചപ്പാക്കി ചിക് ചിക്. ആ, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ കോപ്പി അടിക്കുന്നേ? പറയുന്നത് പോലെ ചെയ്യ്. വേഗം ചെയ്യ്. ഓ ടിക് 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 ശബാബ് ചിക് ചിക്. നീ എന്തിനാ എന്നെ കോപ്പി അടിക്കുന്നത്? നിന്നോട് ഞാൻ എന്ത് പറഞ്ഞു? നീ അതുപോലെ ചെയ്യ്. ഓ നിങ്ങൾ രണ്ടാളും വഴക്കൂടും നിർത്ത്. ബീറ്റ് ഞാൻ ചെയ്യാം. ഓ ടിക് 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 ചപ്പാക്ക് ചിക് ചിക്. ഓ നീയും പോപ്പട്ട് ഞാനും പോപ്പട്ട്, നമുക്ക് പാടാൻ നല്ലൊരു പാട്ട്. രാവിലെയും വൈകിട്ടും എപ്പോഴും നിന്നോർമ്മകളാ. നീയില്ലാതെ എനിക്കിവിടൊന്നും ചെയ്യാനൊന്നും കഴിയില്ല. അവിടെയും ഇവിടെയും നിന്നോർമ്മകൾ മാത്രം എന്നുള്ളിൽ. നിനക്ക് വേണ്ടി പാട്ടുപാടാം, നിനക്ക് വേണ്ടി നൃത്തം ചെയ്യാം. നീയും പോപ്പട്ട് ഞാനും പോപ്പട്ട്, നമുക്ക് പാടാം നല്ലൊരു പാട്ട്. എന്റെ ഓർമ്മ എന്നും നിന്നെ കുറിച്ച് മാത്രമാണ്. നീയില്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാനേ വയ്യ. എന്താ, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ? എടാ, എന്താണ് ഇവിടെ പെട്ടെന്ന് ഇരുട്ട്? ഇനി എന്താ ചെയ്യ? അവളെ എങ്ങനെയാ ഒന്ന് സന്തോഷിപ്പിക്കുക? നമുക്ക് എന്തായാലും അവക്ക് പോയൊരു ഗിഫ്റ്റ് കൊടുത്താൽ എന്താ? ആ, ഇതെന്തായാലും നല്ലൊരു ഐഡിയ. ഞാൻ വേഗം റെഡിയാവാം. നിങ്ങൾ പോയി ഗിഫ്റ്റ് റെഡിയാക്ക്. ഇതെങ്ങനെയുണ്ട്? ഇത് നീയാണ്. എടാ, ഞാൻ കളറിനെ കുറിച്ചല്ല ചോദിച്ചത്, ഡ്രസ്സിനെ കുറിച്ചാ. മനസ്സിലായോ? വേറെ എന്തെങ്കിലും ട്രൈ ചെയ് പോപ്പട്ട്. ശരി, ഇതെങ്ങനെയുണ്ട്? ആ, ഇത് കൊള്ളാം. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചതാണ് ഇത് കൊള്ളാമോ എന്ന്. എന്നാൽ നിങ്ങൾക്കത് മനസ്സിലായതേ ഇല്ല. ആഹാ. ആഹാ. അല്ല, ചോക്ലേറ്റിന്റെ ബോക്സ് ഇവിടെ പോയി. എടാ ഹണി, ഇതിനകത്തുണ്ടല്ലോ ചോക്ലേറ്റ്. എവിടെ? കൊച്ചളിയനാ എന്നോട് പറഞ്ഞത് ചോക്ലേറ്റിന്റെ ബോക്സ് കൊടുക്കാമെന്ന്. കൊടുക്കാൻ പോകുന്നത് ബോക്സ് ആണല്ലോ, അതുകൊണ്ട് ചോക്ലേറ്റ് മുഴുവൻ ഞാൻ തിന്നു. ഓ, പോപ്പ്, നീ പോയിട്ട് ഈ പൂവങ്ങ് കൊടുത്താൽ മതി. എന്തായാലും ഇതെങ്കിലും ഉണ്ടല്ലോ, ഇത് ഞാൻ കൊടുക്കാം. സംശയമുണ്ടോ? മണി, പക്ഷെ ഞാൻ പൂ എങ്ങനെയാണ് കൊടുക്കുക? ആ മീശക്കാരൻ അവിടെ ഉണ്ടാവുമല്ലോ. സംശയമുണ്ടോ? പോപ്പട്ടെ, നീ ഞങ്ങളെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. ഇത് നീ എങ്ങനെയെങ്കിലും കൊടുക്കാൻ നോക്ക്. ഇത് അവൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഞാൻ അവളെ കയറ് കൊണ്ട് ഇങ്ങോട്ട് വലിക്കാം. അപ്പൊ നീ പൂ കൊടുക്ക്. ആ, എത്ര ധൈര്യമുണ്ട് നിനക്ക്? നിങ്ങളിൽ ആരെയാണ് ഞാൻ ആദ്യം വെടിവെക്കേണ്ടത്? പറ എന്നോട്. പോപ്പട്ടെ, നീ ടെൻഷൻ അടിക്കണ്ട. നമുക്ക് ശബ്ദം ഉണ്ടാക്കാതെ അതിനകത്തോട്ട് പോകാം. പക്ഷേ എങ്ങനെയാണ് ബണ്ണി? പോപ്പട്ടെ, നീ അവളുടെ അടുത്ത് പോയി സംസാരിക്കേ. അവൻ എപ്പോഴേ പോയി കഴിഞ്ഞു. ഞാൻ കേൾക്കാനല്ല, കേൾപ്പിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ വലിയൊരു കവിയൊന്നുമല്ല, പക്ഷെ ഒരു പോപ്പട്ടാണ്. നിന്നെ കണ്ട അന്ന് തന്നെ എന്റെ മനസ്സിൽ
ഒരു കവി ഉണ്ടായി. ആ, അഹം. ഇതിൽ നിന്നും ഞാനൊരു പീസ് പോലും കഴിച്ചില്ല. പക്ഷെ ഇത് മുഴുവൻ തീർന്നു പോയിരിക്കുകയാണ്. എങ്ങനെ? എന്തായാലും ഞാൻ മറ്റൊരു പാക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഇത് ഞാൻ തീർച്ചയായും തിന്ന് തീർത്തിരിക്കും. ആഹാ. ഞങ്ങളുടെ കൂട്ടുകാരൻ പോപ്പൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളെ അല്ല. അവൻ വളരെ നല്ലവനാ. അതെ, ആരും അറിയാതെയാണ് അവൻ എല്ലാ മണ്ടത്തരങ്ങളും കാണിക്കുന്നത്. അവൻ ഒരിക്കലും ആർക്ക് ശല്യമാകില്ല. പക്ഷെ നാട്ടുകാർക്ക് എപ്പോഴും അവൻ ഒരു പ്രശ്നക്കാരൻ തന്നെയാ. മിണ്ടാതിരിക്കുകയാണീ. ഞങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ പോപ്പട്ടുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ നോക്കുക. അതെ, ബണ്ണി പറഞ്ഞത് ശരി തന്നെയാ. അതങ്ങ് മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഞാൻ ലോകത്തിൽ ഒരുപാട് മണ്ടന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ പോലുള്ള മണ്ടന്മാരെ കാണുന്നത് എന്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. എന്റെ പൊന്നു, ഇത് യഥാർത്ഥ പോപ്പറ്റല്ല, പാവയാണ്. ഇതുപോലും നിങ്ങൾക്ക് അറിയില്ലേ? പാവയോ? പോപ്പട്ടെ, ഇപ്രാവശ്യം നിന്റെ പ്ലാൻ പൊളിഞ്ഞിരിക്കുകയാണ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. എന്റെ അടുത്ത് എന്തുകൊണ്ടാണ് ഇവൾ ഇതുവരെ ഫ്രണ്ട് ആകാതിരുന്നതെന്ന് ഞങ്ങൾക്കും തോന്നി.